ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് പദവി, ഇതൊക്കെ വെച്ച് നീട്ടുന്നുണ്ട് പല ആളുകൾക്ക്. ഇപ്പോൾ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്ന ചില കക്ഷികൾക്കൊക്കെ ഇപ്പോൾ രണ്ട് മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു മന്ത്രിസ്ഥാനം, ഒപ്പം ചീഫ് വിപ്പ് എന്നുള്ള തരത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്കൊക്കെ ഈ പാർട്ടികൾ വഴങ്ങുമോ? ഷിഹാസ്, ഈ കാര്യത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ച നിർണായകമാണ്. കാരണം മന്ത്രിസഭാ പട്ടിക ഇന്ന് ലോക്ഭവനിൽ ഗവർണർക്ക് കൈമാറേണ്ടതുണ്ട്. അതിനു മുമ്പ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തീകരിക്കണം. എല്ലാ ഘടകകക്ഷികളും അങ്ങനെയുള്ള അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങില്ല. PJ ജോസഫ് ഇന്നലെ ചർച്ചയിൽ ആവശ്യപ്പെട്ടത് 2 മന്ത്രിസ്ഥാനം മാത്രമല്ല, പ്രധാനപ്പെട്ട പല വകുപ്പുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസിന് വെട്ടിലാക്കുന്നത്. അതിൽ ഒന്ന് റവന്യൂ വകുപ്പാണ്, രണ്ടാമത്തേത് ജലവിഭവ വകുപ്പുണ്ട്, പൊതുമരാമത്ത് വകുപ്പുണ്ട്. ഇങ്ങനെ 3 വകുപ്പുകൾ അവർ ആവശ്യപ്പെട്ടിരുന്നു. ഈ 3 വകുപ്പുകളിൽ നിലവിൽ ജലവിഭവ വകുപ്പ് മാത്രമേ കോൺഗ്രസിന്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുകയുള്ളൂ. റവന്യൂ വകുപ്പാണെങ്കിൽ കോൺഗ്രസ് എല്ലാ കാലത്തും കൈകാര്യം ചെയ്യുന്ന സുപ്രധാനമായ വകുപ്പ് കൂടിയാണ്. സമാനമായി തന്നെ പൊതുമരാമത്ത് മുസ്ലിം ലീഗിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചർച്ചകളിൽ വകുപ്പ് സംബന്ധിച്ച വീണ്ടും അത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകും. അതിനൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ 2ാം മന്ത്രിസ്ഥാനത്തിലും തീരുമാനമെടുക്കേണ്ടി വരും. അതേസമയം തന്നെയാണ് ഈ 2.5 വർഷം പൂർത്തിയ ടേം വ്യവസ്ഥ ഘടകകക്ഷികൾക്ക്. അത് KDF മാണി സി കാപ്പൻ, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ അനൂപ് ജേക്കബ്, ഈ 2 പേർക്ക് 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. ഈ കാര്യം ഈ പാർട്ടികളെ അറിയിച്ചെങ്കിലും അവർ അത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അവരുമായുള്ള ചർച്ചകൾ തുടരും. CMPക്ക് 5 വർഷം തുടർച്ചയായി മന്ത്രിസ്ഥാനം നൽകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നടക്കുന്ന ചർച്ച അതുകൊണ്ട് തന്നെ പ്രധാനമാണ്. ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എല്ലാം ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അംഗീകരിക്കണമെന്നില്ല. അങ്ങനെയെങ്കിൽ വീണ്ടും പ്രതിസന്ധി ഉണ്ടാകും. പരമാവധി ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ്. ഒരുപക്ഷെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ചീഫ് വിപ്പ് നൽകും. ചീഫ് വിപ്പ് പദവി അവർ ഏറ്റെടുക്കുന്നില്ല. അവർ നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകി അവരെ അനുനയിപ്പിക്കാനായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം. എന്തായാലും ഇന്നത്തെ ചർച്ച പ്രധാനമാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ദീപാദാസ് മുൻഷിയും തന്നെയായിരിക്കും ഇന്നത്തെ ചർച്ചകൾക്കും നേതൃത്വം നൽകുക. സത്യത്തിൽ ഈ ചർച്ചയുടെയൊക്കെ ഭാഗമായി മുൻപന്തിയിൽ ഉണ്ടാകേണ്ട ഒരു നേതാവ് രമേശ് ചെന്നിത്തലയോടെയായിരുന്നു. അദ്ദേഹം പക്ഷേ ഈ മന്ത്രിസഭാ രൂപീകരണത്തിലെ ചില അമർഷം മനസ്സിലൊതുക്കി വീട്ടിൽ തന്നെ കഴിയുകയാണ്. ഏതായാലും ഇന്നത്തെ ചർച്ച സുപ്രധാനമാണ്. കാരണം നാളെ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്.